Mega good morning. Good morning, Vinsha. നേരത്തെ ജോഷില പറഞ്ഞതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിൽ പെയ്യുന്ന മഴ അത് ആ കുറ്റ്യാടിപ്പുഴയും പൂനൂർ പുഴയായാലും മഴ ബാധിക്കാൻ സാധ്യതയുള്ളതാണ്. കക്കയം ഡാമിലെ ജലനിരപ്പ് അത് പൂനൂർ പുഴയെ വല്ലാത്ത രീതിയിൽ തന്നെ ബാധിക്കാറുണ്ട്. ഞാൻ പൂനൂർ പുഴയെക്കുറിച്ച് എടുത്തു പറയുന്നത് എൻ്റെ വീടിന് തൊട്ടടുത്താണ് പൂനൂർ പുഴ. അപ്പോൾ അതിൽ വെള്ളം നന്നായിട്ട് തന്നെ കരയിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് ഇന്നലെ വീട്ടിൽ വിളിച്ചപ്പോൾ അമ്മ പറയുകയുണ്ടായി. അപ്പോൾ നിലവിൽ എന്താണ് കോഴിക്കോട് നഗരത്തിലെയും പൊതുവെ മലയോര മേഖലയിലുമൊക്കെ കാലാവസ്ഥ? വിൻഷ, കോഴിക്കോട് നഗരത്തിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. പക്ഷേ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിട്ടില്ല. പക്ഷേ ഈ മഴ ശക്തി പ്രാപിക്കുന്നത് കൊണ്ട് തന്നെ പല പഞ്ചായത്തുകളും പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. അത് ഈ രീതിയിലാണ്. അതായത് കൂടരഞ്ഞി, കാരശ്ശേരി, ചാത്തമംഗലം, മാവൂർ, പെരുമണ്ണ, പെരുവയൽ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മഴ കനക്കുന്നൊരു സാഹചര്യം, അതിനൊപ്പം തന്നെ വിൻഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നദികളിലൊക്കെ തന്നെയും ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം കൂടിയുണ്ട്. കക്കയം ഡാമിൻ്റെ ഷട്ടറുകൾ ഇന്നലെ രാത്രിയോട് തന്നെ തുറന്നിരുന്നു. റെഡ് അലേർട്ടാണ് കക്കയം ഡാമിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 758 എന്ന സംഭരണ ശേഷിക്ക് മുകളിലാണിപ്പോൾ ജലനിരപ്പ് ഉള്ളത്. 758.05 ആയതുകൊണ്ടാണ് ഇപ്പോൾ അധിക ജലം പുറത്തേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും 5 അടി ഉയർത്താൻ സാധ്യതയുണ്ട് എന്നതാണ് ഈ എഞ്ചിനീയർമാർ ഉൾപ്പെടെ പറയുന്നത്, അധികൃതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ജാഗ്രത പാലിക്കണം എന്നൊരു നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. വിൻഷ സൂചിപ്പിച്ചതുപോലെ കുറ്റ്യാടി പുഴയിലൊക്കെ തന്നെയും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമുണ്ട്. പുനൂർ പുഴയിലൊക്കെ തന്നെയും ജലനിരപ്പ് ഉയരുന്നു. അതുകൊണ്ട് പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറാൻ ഇടയുണ്ട്. ഇപ്പോൾ തന്നെ ഈ പെരുമണ്ണ പഞ്ചായത്തിലെ പല പ്രദേശങ്ങളിലും ചെറിയ താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെയും വീടുകളിൽ വെള്ളം കയറിയ സാഹചര്യമൊക്കെ തന്നെയുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മഴ ഇടവിട്ടിടവിട്ടാണ് ശക്തമായി പെയ്യുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നിലവിൽ ജില്ലയിൽ ഒരു തരത്തിലുള്ള അവധിയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടില്ല. മഴ കനക്കുന്നത് കൊണ്ട് തന്നെ പ്രാദേശികമായ പ്രദേശങ്ങളിലൊക്കെ തന്നെയും അവധിയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് പ്രകാരം ഇപ്പോൾ ഗ്രീൻ അലേർട്ടാണ് കോഴിക്കോട് ജില്ലയിൽ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ ഈ രാവിലെ ഒരു കാലാവസ്ഥ എന്നത് മൂടിക്കെട്ടി നിൽക്കുന്ന കാലാവസ്ഥയാണ്. ഏത് സമയം വേണമെങ്കിലും മഴ പെയ്യാം എന്ന് തന്നെയാണ് ഈ കാലാവസ്ഥ മുൻപോട്ട് വെക്കുന്നത്. അതുകൊണ്ട് വലിയ ജാഗ്രതയിൽ തന്നെയാണ് ജില്ലാ ഭരണകൂടം ഉള്ളത്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഇല്ല. ആളുകളെ ഏതെങ്കിലും തരത്തിൽ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റണമെങ്കിൽ അതിനുള്ള എല്ലാ ജാഗ്രതാ നടപടികളും നിലവിൽ ജില്ലാ ഭരണകൂടം കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ആശങ്കയായി നിൽക്കുന്നത് ഈ പുഴകളിൽ വെള്ളം ഉയരുന്നു എന്നത് തന്നെയാണ്. പക്ഷേ കൃത്യമായി നിരീക്ഷിച്ചു വരുന്നു. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും നിലവിൽ ജില്ലാ ഭരണകൂടം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആളുകളോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്നത് ഈ വെള്ളക്കെട്ട് കാണാൻ, നദികളിൽ വെള്ളം ഉയരുന്നത് കാണാൻ കുട്ടികൾ അത്തരമിടങ്ങളിലേക്ക് പോവാതിരിക്കുക എന്നത് തന്നെയാണ്. വിർഷ, അത് തന്നെയാണ് നിങ്ങൾ റിപ്പോർട്ടർമാരോടും നമ്മുടെ പ്രേക്ഷക സുഹൃത്തുക്കളൊക്കെ ഓർമ്മിപ്പിക്കുന്നത്. അപകടം പതിയിരിക്കുന്നുണ്ടാകും പല സ്ഥലങ്ങളിലും. അപ്പം ലൈവ് റിപ്പോർട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കണമെന്ന് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷക സുഹൃത്തുക്കളൊക്കെ നമ്മുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജോഷിലയ്ക്ക് പ്രത്യേക അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പുണ്ട്. ഇന്നലെ പുന്നപ്പുഴയുടെ വക്കത്തു നിന്നായിരുന്നു ജോഷില ലൈവ് തന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് ബാബു TS പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ മുൻകരുതലുകളും ജാഗ്രതയും എല്ലാവരും പാലിക്കുക. താങ്ക് യു മേഘ.